ഫ്രണ്ട്സ്, എന്നുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിത് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയത് കേട്ടോ. എല്ലാ മാസവും ഒരു പ്രാവശ്യം ഞാൻ തന്നെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. കാരണം അന്നേരം എൻ്റെ കൂടുതൽ സാധനങ്ങളും എൻ്റെ ക്രീമും അങ്ങനെ എല്ലാ സാധനവും ഞാൻ മേടിക്കുന്ന ഈ സമയത്ത് കേട്ടോ. കാരണം അവർ രണ്ടുപേരും കൊണ്ട് പോയിട്ടുണ്ടല്ലോ, അവർ ഷോപ്പിംഗ് നടക്കത്തുള്ളൂ. എൻ്റെ ഷോപ്പിംഗ് നടക്കൽ വളരെ കുറവാണ്. അപ്പം നമുക്കിന്നൊരു ഷോപ്പിംഗ് വ്ലോഗ് കാണാം. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൊടുപുഴക്കാരി. അപ്പം ഞാൻ നടന്നാണ് പോകുന്നത്. കാരണം നമ്മൾക്ക് സിറ്റി സെൻറ്ററിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയുണ്ട്. അതുകൊണ്ട് അച്ഛനെയും മകനെയും ഞാൻ വീട്ടിലിരുത്തിയിട്ട് ഞാൻ തന്നെ ഇറങ്ങിയതാണ്. അപ്പം നമുക്കിന്ന് സിറ്റി സെൻറ്റർ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ സിറ്റി സെൻറ്റർ എത്തി. അപ്പം ഇതാട്ടോ മെയിൻ സിറ്റി സെൻറ്റർ നോർവിച്ചിൻ്റെ. അപ്പം ഇന്നത്തെ കാലാവസ്ഥയുടെ ഞാൻ തോന്നുന്നു ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാലാവസ്ഥയുടെ മാത്രമല്ല, ഇന്ന് മിക്ക ഷോപ്പിലും സെയിൽ നടക്കുന്നുണ്ട്. അതാണ് മെയിൻ റീസൺ എന്നുള്ളത്. അങ്ങനെ ഞാൻ നേരെ പോയത് മോളിലേക്കായിരുന്നു. ഇവിടെയുള്ള എനിക്ക് പോയി റെസ്റ്റ് റൂമിൽ പോകണം. കാരണം ഞാൻ നടന്നു വന്ന കാരണം നല്ലതായിട്ട് ചൂടെടുക്കുന്നുണ്ട്. എനിക്ക് കോട്ടൊക്കെ ഒന്ന് വേണം. അങ്ങനെ റെസ്റ്റ് റൂമിൽ പോയി ഞാനൊന്ന് ഫ്രഷൊക്കെ ആയി അവിടെ നിന്ന് നേരെ പോയത് ബൂട്ട്സിലേക്കാട്ടോ. ഇതൊരു ഫാർമസി പ്ലസ് നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും എൻ്റെ ഫേസ് വാഷ്, സൺസ്ക്രീൻ, അതുപോലെ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അങ്ങനെ ഞാൻ പോയി ഇന്ന് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അതിലെ വെറുതെ ഇങ്ങനെ നല്ല പുതിയ ലിപ്സ്റ്റിക്കും അതുപോലത്തെ കൂടുതൽ മേക്കപ്പ് ഐറ്റംസും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചുമ്മാ അതിൽ കറങ്ങി തിരിഞ്ഞു. പിന്നെ അവിടുത്തെ കുറേ പെർഫ്യൂംസൊക്കെ ട്രൈ ചെയ്തു. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നടക്കാൻ വേണ്ടി. അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ അവരില്ലാതെ ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിന് വരുന്നത്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ പോയത് H&Mലാണ്. ഇവിടെയൊക്കെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയ ഒരു ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തു. ഞാൻ 2-3 തന്നെ വേറെയും ട്രൈ ചെയ്തായിരുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എടുത്തുമില്ല. അങ്ങനെ H&Mന്ന് ഇറങ്ങി നേരെ സാറയിലേക്കാണ് പോയത്. സാറയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഭയങ്കരമായിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെയിൽ കിടക്കുന്ന കാരണം ഒരു ബൾക്കായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു അവർ. മീൻസ് ഓരോ പ്രൈസിൻ്റെ അനുസരിച്ച് അതിൽ നിന്ന് സൈസും എല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് അതിനുള്ള പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഞാൻ H&Mലും അതുപോലെ വേറെ കുറേ ഷോപ്പിലൊക്കെ കയറി കുറേ നേരം ഇങ്ങനെ നടന്ന കാരണം ഞാൻ മടുത്തായിരുന്നു ശരിക്കും. അപ്പോൾ സാറയിൽ കയറി ഒത്തിരി സമയം കളഞ്ഞില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ പ്രൈമാർക്കിലേക്കാട്ടോ പോകുന്നത്. അവയ്ക്ക് ഷൂവും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയാട്ടോ ഞാൻ പ്രൈമാർക്കിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ H&Mയിൽ നിന്ന് സാറയിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് അവയ്ക്ക് പ്രൈമാർക്കിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത്. ആദ്യം ഇവിടെ വന്ന സമയത്ത് ഞാൻ ജോൺ ലൂയിസിൻ്റെയും M&S'ൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ അന്ന് എടുത്ത ഡ്രസ്സുകളൊക്കെ ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ മാക്സിമം ഒരു 5 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അതേപടി ഞാൻ കൊണ്ട് ചാരിറ്റിയിൽ കൊടുക്കുമായിരുന്നു. അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഒരു പ്രായം എത്തുന്നിടം വരെ ഞാൻ ഈ ബ്രാൻഡഡ് സാധനങ്ങളിൽ വില കൂടിയ സാധനങ്ങൾ വാങ്ങത്തില്ല എന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴും എടുക്കുന്നത് ഈ പ്രൈമാർക്കിൽ നിന്നായിരിക്കും ഡ്രസ്സ്. കാരണം അവന് നഴ്സറി കൊണ്ടുപോകാനാണേലും അത് പിന്നെ കളറാക്കി ഒരു 2-3 മാസം മാത്രമേ ഈ ഡ്രസ്സ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ എനിക്കത് കളയുന്നതുകൊണ്ടും വലിയ വിഷമമൊന്നും തോന്നത്തില്ല. അങ്ങനെ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു. അവരില്ലാത്തതുകൊണ്ട് വീട്ടിൽ ഞാൻ ഫുഡ് കുക്ക് ചെയ്തിട്ട് വന്ന കാരണം എനിക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു. അങ്ങനെ ഞാൻ വന്നത് ഷേക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ. ഇവിടെ അത്യാവശ്യം നല്ല ഷേക്കും നല്ല ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടും കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് മേടിച്ച് നേരെ പോയത് പൗണ്ട് ലൈനിലേക്കാണ്. എനിക്ക് കുറച്ച് മേക്കപ്പിൻ്റെ ബ്രഷും അതുപോലെ നെയിൽ പോളിഷ് റിമൂവറൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് എനിക്കൊരു റൂം ഫ്രഷ് ക്യാൻഡിൽ മേടിക്കണമായിരുന്നു. അതായത് മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് സ്മെല്ല് വരും. അപ്പോൾ അതൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു ക്യാൻഡിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കത്തിച്ച് വെക്കും. അപ്പോൾ അതുകൂട്ട് ഒരെണ്ണം വാങ്ങണമായിരുന്നു. അത് ഞാൻ വാങ്ങി. പിന്നെ എല്ലാ ടൈപ്പ് ബിസ്ക്കറ്റ് ഒന്നും കഴിക്കില്ല. പിന്നെ ഇവിടുത്തെ വെരി ഫേമസ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഇതവയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അത് ഒരെണ്ണം വാങ്ങി. അങ്ങനെ എൻ്റെ ഷോപ്പിങ്ങും കറക്കവും എല്ലാം കഴിഞ്ഞ് ഞാൻ പയ്യെ വീട്ടിലേക്ക് പോവുകയാണേ. ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.